കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന മേഖലയിലാണെങ്കിൽ വൻ തിരിച്ചടി നടന്നു. ഇപ്പൊ അവിടെ അമേരിക്കയിലാണെങ്കിൽ പിന്നെ ക്രിസ്മസ് വിപണി ഉണർന്നു വരുന്ന സമയമാണ്. ക്രിസ്മസ് വിപണി ഉണർന്നു വരുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഉള്ള എന്താണ് പറയുക കയർ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ അവിടെ വിറ്റഴിക്കപ്പെടുന്നതാണ്. അതിനുവേണ്ടി അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് തന്നെ കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാറുണ്ട്. മനോഹരമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഡിസൈൻസിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചാൽ ഇവിടുന്ന് അമേരിക്കയിൽ അത് എത്തും. അപ്പോൾ ഇനി 1.5 മാസം കയറ്റി അയച്ചാലും ക്രിസ്മസിന് മുമ്പ് അവിടെ എത്തത്തക്ക രീതിയിലുള്ള കാലഘട്ടം പോലും തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ കയറിന്റെ ഉൽപാദന മേഖലയിലുള്ളവരും ഒക്കെ വലിയ സങ്കടത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപുമായിട്ടുള്ള ഈ 4-5 വട്ട ചർച്ചകൾ നടന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് ട്രംപ് നമ്മുടെ ഇറക്കുമതി തീരുവ ഒരു 20% താഴേക്ക് 15% എന്നൊക്കെ ഓരോരുത്തർ ഊഹിക്കുന്നുണ്ട്. അത് 20% ചുറ്റുവട്ടത്തിലെങ്കിലും വന്ന് സെറ്റിൽ ചെയ്യും എന്ന് നമ്മളങ്ങ് ഊഹിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും. നമുക്ക് പോയ വിപണികളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം, അതിലും ഒരു കടിഞ്ഞാണിടാനാണ് ഉള്ള സാധ്യതയുണ്ട്. അതിലും കുറച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപാര യുദ്ധത്തിന് ഒരു തിരശ്ശീല വീഴും എന്ന് വേണം കരുതാൻ.